അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വൽ ഫായിസീന അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഇതുവരെ സൂറത്തു ഖാഫിലെ 22 വരെയുള്ള വചനങ്ങളാണ് പറഞ്ഞത്. തുടർന്നുകൊണ്ട് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. അവൻ്റെ കൂട്ടുകാരൻ പറയും, ഇതാ എൻ്റെ അടുക്കൽ തയ്യാറായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പരലോകത്തുണ്ടാകുന്ന നമ്മുടെ കാഴ്ചയുടെയും നമ്മൾ കണ്ടിട്ടും കാണാതെ നടിച്ചതും നമ്മുടെ കാഴ്ചയുടെ ഒക്കെ വ്യത്യസ്തമാവും. അവിടെയുള്ള അനുഭവം തന്നെ നമുക്ക് വേറെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വഖാല ഖരീനുഹു, നമ്മുടെ കൂട്ടുകാരൻ പറയും, ആദാ മാ ലദയ്യ അതീദ്, ഇതാ എൻ്റെ അടുക്കൽ തയ്യാറായിട്ടുള്ളത്. അൽഖിയാ ഫി ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ ആജ്ഞ വരും. ദുർവാശിക്കാരായ നന്ദികെട്ടവരെ എല്ലാം, നിഷേധികളെയെല്ലാം ജഹന്നമിൽ വലിച്ചെറിഞ്ഞേക്കുക, ജഹന്നമിൽ ഇട്ടേക്കുക എന്ന് പറയും. കഫാർ എന്ന് പറഞ്ഞാൽ നിഷേധി, അതുപോലെ തന്നെ നന്ദി കാണിക്കാത്തവൻ എന്നൊക്കെയാണ്. കാരണം അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറാ. നിങ്ങൾക്ക് 2 വഴികളാണ് അള്ളാഹു കാണിച്ചു തരുന്നത്. ഒന്നെങ്കിൽ നന്ദിയുള്ള അടിമയായിട്ട് ജീവിക്കുക, അഥവാ സ്വർഗത്തിൻ്റെ അവകാശി, സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവനാണ്. വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്ന അടിമയായിട്ട് ജീവിക്കുക. അങ്ങനെ നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ അവൻക്ക് ലഭിക്കുന്ന സങ്കേതമായിരിക്കും നരകം. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. നന്മയെ മുടക്കുന്നവനായിരുന്നു. അവൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയാണ്, ആ നരകത്തിലിടുന്നവൻ്റെ സ്വഭാവങ്ങളെപ്പറ്റി പറയാണ്. മന്നാഇൽ ലിൽ ഖൈർ, നന്മയെ തടുത്തു വെക്കുന്നവനായിരുന്നു. ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്കൊരു 10 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു വെക്കുന്നവൻ, നല്ല സ്വഭാവമോ നല്ല സംസാരമോ നല്ല ഒരു പുഞ്ചിരി പോലും മറ്റുള്ളവർക്ക് നൽകാത്തവൻ. മുഅ്തദിൻ മുരീബ്, അതിക്രമിയായിരുന്നു, എല്ലാവിധ വേണ്ടാത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. മുരീബ്, അവൻ എന്തായിരുന്നു? സംശയാലുവുമായിരുന്നു. നരകത്തിനെ പറ്റി അള്ളാഹു സൂറത്തു ദുഖാനിൽ പറയുമ്പോൾ ഇന്ന ഹാദാ മാ കുന്തും ബിഹി തംതറൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതാണ് നിങ്ങൾ സംശയത്തിലായിരുന്ന ആ സ്വർഗവും നരകവും പരലോകവും ഒക്കെ ഉണ്ടല്ലോ, അത് ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ റുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, നരകത്തിൽ അതിക്രമകാരികളെ ഇട്ടുകൊണ്ട് അള്ളാഹു പറയുന്നതാണ്, റുഖ്, നിങ്ങളിത് ആസ്വദിച്ചോളി, നിങ്ങളിത് രുചിച്ചോളി. ഇന്നക അൻതൽ അസീസുൽ കരീം, തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയാണ്. അപ്പോൾ ആ നരകത്തിൽ ഉള്ളവർ നന്മ മുടക്കുന്നവരാണ്. പ്രതിഫല ദിനത്തിനെ കളവാക്കുന്നവരെ പറ്റി പറയുമ്പോഴും അല്ലദീ യംനഊനൽ മാഊൻ എന്ന് പറയുന്നുണ്ട്. സൂറത്തു മാഊനിൽ നമുക്കൊക്കെ അറിയുന്ന ആയത്താണല്ലോ. അവിടെ പറയുന്ന പ്രതിഫല ദിനത്തിനെ അല്ലെങ്കിൽ ദീനിനെ കളവാക്കുന്നവരെ പറ്റിയിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? അതിലൊന്നാമത് പറയുന്നത്, അവർ സാധുക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കത്തവരായിരിക്കും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, പിന്നെ നമസ്കാരക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരെന്തായിരിക്കും? നമസ്കാരത്തിൽ അശ്രദ്ധയിലുള്ളവരായിരിക്കും. അല്ലദീന ഹും യുറാഊൻ, അവർ പ്രകടനപരതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. വയംനഊനൽ മാഊൻ, അവർ പരോപകാരങ്ങളെ തടഞ്ഞു വെക്കുന്നവരാണ്. മറ്റു മനുഷ്യർക്ക് വല്ല നന്മയും അവർക്കതുകൊണ്ടൊരു സാന്ത്വനം ലഭിക്കുമെന്ന് കണ്ടാൽ അതുപോലും തടഞ്ഞു വെക്കുന്നവരുമായിരിക്കും നരകത്തിലെത്തുന്നവർ. പിന്നെ അവരുടെ സ്വഭാവത്തെ പറയാണ്, അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖറ ഫൽഖിയാഹു ഫിൽ അദാബി ശദീദ്. അതായത് അള്ളാഹുവോടൊപ്പം, അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിനോടൊപ്പം ആരെങ്കിലും ബദിരീങ്ങളെയോ ഏതെങ്കിലും ഷെയ്ഖന്മാരെയോ ഏതെങ്കിലും ബീവിയെയോ വിഗ്രഹത്തിനെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്കുമുള്ളതാണ് നരകമെന്ന് അള്ളാഹു പറയുന്നത്. ഫൽഖിയാഹു ഫിൽ അദാബി ശദീദ്, അവൻ അള്ളാഹുവോടൊപ്പം മറ്റ് ആരാധ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് അവനെ നരകത്തിലേക്ക്, ഈ കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, അല്ലേ? അള്ളാഹു പറയുന്നുണ്ട്, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്, അള്ളാഹു ഏകനാണ് എന്നുള്ള ഏകത്വത്തിൽ, തൗഹീദിൽ ആരാണോ വെള്ളം ചേർക്കുന്നത്, അവർക്ക് ഹറമല്ലാഹു അലൈഹിൽ ജന്ന,
അവന് സ്വർഗത്തെ അള്ളാഹു ഹറാമാക്കും, നിഷിദ്ധമാക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ ഷിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും, ഒരു 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 തരിമ്പ് പോലും ഇല്ലാതായിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖാല ഖരീനുഹു റബ്ബനാ മാ അത്ഗൈതുഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. അവൻ്റെ കൂട്ടാളി പറയും, ഞങ്ങളുടെ റബ്ബേ, ഞാൻ അവന് നേർമാർഗം തെറ്റിച്ചിട്ടില്ല, പക്ഷേ അവൻ വിദൂരമായ വഴിപിഴവിലായിരുന്നു. കൂട്ടാളിയായിട്ട് അല്ലേ? ആരാണോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ അദുവ്, ആരാണ് അള്ളാഹു അല്ലാത്തവരെ ഉറ്റ ചങ്ങാതിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്, അവരെ പറ്റിയിട്ടാണ് അള്ളാഹു പറയുന്നത്. മാത്തുകൈത്തു, ഞാൻ അവനെ വഴി പിഴപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ റബ്ബേ, ഞാൻ അവനെ നേർമാർഗം തെറ്റിച്ചിട്ടില്ല, വഴി പിഴപ്പിച്ചിട്ടില്ല. അവൻ വിദൂരമായ വഴിപിഴവിലായിരുന്നു, അവൻ സ്വയമേവ പിഴച്ചതാണ്, ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് പിശാചും പറയുന്നുണ്ടല്ലോ. പിശാചിൻ്റെ സംസാരമായിക്കൊണ്ട് അല്ലാഹു ഇബ്രാഹിമിൽ പറയുന്നത്, ഞാൻ അവനെ വലാക്കിൻ ദഅൗതുകും, ഞാൻ അവനെ ക്ഷണിച്ചിട്ട് മാത്രമുള്ളൂ, അവനാണ് ഉത്തരം നൽകിയത്, അതുകൊണ്ട് അവനെ ശിക്ഷിക്കുക എന്ന് പിശാചും അവൻ്റെ തടി തപ്പുന്ന ഒരു അവസരം സൂറത്തു ഇബ്രാഹിമിൽ പറയുന്നുണ്ട്. ഖാല ലാ തഖ്തസിമൂ ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്. അള്ളാഹു പറയും, എൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ വിവാദം നടത്തേണ്ട, സംവാദം നടത്തേണ്ട, തർക്കിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ മുമ്പേ താക്കീത് നൽകിയിട്ടുണ്ട് അല്ലേ? സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്തയും നരകത്തിൻ്റെ താക്കീതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഖുർആനിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് പറയുമ്പോൾ, ഖുർആനിൻ്റെ പ്രതിപാദന ശൈലിയെപ്പറ്റി പറയുമ്പോൾ സാധാരണ പറയാറുണ്ട് വഅദ് വഈദ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനവും അള്ളാഹുവിൻ്റെ താക്കീതും. സ്വർഗമെന്ന വാഗ്ദാനം, നരകമെന്ന താക്കീത്, ഇതിൽ ഏതുകൊണ്ടാണ്? സ്വർഗമെന്ന വാഗ്ദാനത്തിൻ്റെ പേരിൽ നമുക്ക് പ്രവർത്തിച്ച് സ്വർഗം നേടാം. നരകത്തിനെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു സ്വർഗം എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടൊക്കെ അള്ളാഹു നരകത്തിനെയും പറയുന്നുണ്ട്. ഇത് പൂരകങ്ങളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനെയും നരകത്തിനെയും പറ്റി പ്രതിപാദിക്കുന്നത്. എന്നിട്ട് പറയാണ്, മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. എൻ്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുന്നതല്ല, ഞാൻ അടിമകളോട് അനീതി പ്രവർത്തിക്കുന്നവനല്ലതാനും. വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ് അല്ലേ? അള്ളാഹു പറഞ്ഞ വാക്ക് ഒരിക്കലും മാറ്റൂല. അൽ ഖൗല് മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ് അല്ലേ? ഞാൻ ഒട്ടും അനീതി പ്രവർത്തിക്കുകയില്ല. വലാ യുദ്ലമൂന നഖീറ, അനീതിയുടെ ഒരു തരിമ്പ് പോലും അള്ളാഹു ഒരാളോടും ചെയ്യുകയില്ല എന്ന് അള്ളാഹു സൂറത്തു നിസായിൽ പറയുന്നുണ്ട് അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു, നരകത്തിൽ അള്ളാഹു ആരെ നിറക്കും? നരകത്തിൽ അള്ളാഹു നിറക്കുന്നവരെ പറ്റി അള്ളാഹു പറയുന്നത് അൽ ഖൗൽ എന്നുള്ളത് ശിക്ഷയുടെ വാചകം. ഏതാണ് അള്ളാഹുവിൻ്റെ ആ വാചകം? അംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. ജിന്നിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള ഒരു വിഭാഗങ്ങളെ കൊണ്ട്, പിശാചിൻ്റെ കാലടികളെ പിന്തുടർന്നവരെ കൊണ്ട് നരകം നിറക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ആ വാക്കിന് അള്ളാഹു മാറ്റുകയില്ല എന്ന് പറഞ്ഞത്. വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്, ഞാൻ ജനങ്ങളോട്, മനുഷ്യരോട്, എൻ്റെ അടിമകളോട് ഒട്ടും അനീതി പ്രവർത്തിക്കുന്നവനുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, വലാ യുദ്ലമൂന നഖീറാ, ഒരു തരിമ്പ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കുകയില്ല, ഒരു തരിമ്പ് പോലും അനീതി ചെയ്യുകയില്ല. സൂറത്തു നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്ത്, ആരാണോ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, മിൻ ദക്കരിൻ, ആണാകട്ടെ, ഔ ഉൻസ, പെണ്ണാകട്ടെ, അവരാരുമാകട്ടെ, വഹുവ മുഅ്മിനുൻ, അവൻ ആരായിരിക്കണം? വിശ്വാസിയായിരിക്കണം, വിശ്വാസമുള്ളവനായിരിക്കണം. അഥവാ പരലോകമുണ്ട്, പുനരുദ്ധാനമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അള്ളാഹുവുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കണം അവർ അമലു സാലിഹാത്ത് ചെയ്ത്. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവരെന്താക്കും? സ്വർഗത്തിൽ പ്രവേശിക്കും. വലാ യുദ്ലമൂന നഖീറാ, അവർ ഒട്ടും തന്നെ അനീതിക്ക് ഇരയാവുകയില്ല, അനീതിയുടെ കളിക പോലും കാണുകയില്ല. അള്ളാഹു നരകത്തിനെ പറ്റി പറയുന്ന ഒട്ടനേകം ആയത്തുകൾ നമുക്ക് തന്നെ അറിയാം. സൂറത്തു ഖാരിഅയായിട്ടും
സൂറത്തു ഖാരിയ തുടങ്ങിയ ഒട്ടനേകം ഉമ്മുഹു ഹാവിയ വമാ ദറാക മാഹിയ നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകം, ആളിക്കത്തുന്നത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അഥവാ അള്ളാഹു തൻ്റെ അടിമകളോട് ഒട്ടും തന്നെ ഒരു നിലക്കും അനീതി പ്രവർത്തിക്കുകയില്ല, നുൽമ് പ്രവർത്തിക്കുകയില്ല. 30-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, യൗമ നഖൂലു ലിജഹന്നം ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. ജഹന്നമിനോട് ചോദിക്കും, നരകത്തോട് അള്ളാഹു ചോദിക്കും, നീ നിറഞ്ഞുവോ എന്ന് നാം ചോദിക്കുന്ന പക്ഷം, നാം ചോദിക്കുന്ന ആ ദിവസം ആ നരകം പറയും, ഹൽ മിൻ മസീദ്, കൂടുതൽ വല്ലതുമുണ്ടോ, കൂടുതൽ വല്ലവരുമുണ്ടോ, ജിന്നുണ്ടോ, ഇൻസുണ്ടോ, മനുഷ്യരായിട്ടുള്ളവരോ ജിന്നിലുള്ളവരോ ആരെങ്കിലും അതിക്രമം ചെയ്തവരുണ്ടോ? നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ പ്രത്യേകത, അവരുടെ സ്വഭാവത്തെപ്പറ്റി പറയുമ്പോൾ സൂറത്തുൻ നാസിയാത്ത്, നമ്മൾ പഠിച്ച സൂറത്ത്, നമുക്കറിയുന്ന സൂറത്ത്, ഫഅമ്മാ മൻ തഗാ, ആരാണോ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ ധിക്കരിച്ചിട്ടുള്ളത്, അനുസരണക്കേട് കാണിച്ചിട്ടുള്ളത്, വആസറൽ ഹയാത്തദ് ദുനിയാ, ഈ ലോകത്തിൻ്റെ പളപളപ്പുകളിൽ ആസ്വദിച്ച് തിമിർത്താടി ജീവിച്ചവരാരോ അവരുടെ സങ്കേതമാണ് ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, അള്ളാഹു പറയുന്നത് അവരുടെ സങ്കേതമാണ് നരകമെന്നുള്ളത്. എന്നിട്ട് നരകം ചോദിക്കുകയാണ് അന്നേ ദിവസം, വതഖൂലു ഹൽ മിൻ മസീദ്, ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക, നരകത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നത് വഖൂദുഹന്നാസ് വൽ ഹിജാറ, ആ നരകത്തിൻ്റെ ഇന്ധനം കല്ലാണ്. കല്ല് ചുട്ടുപഴുത്ത് അത് ദ്രവിക്കണമെങ്കിൽ, അത് ചൂട് പിടിച്ച് തിളക്കണമെങ്കിൽ എത്ര കണ്ട് ചൂടുണ്ടാകുമോ? ഈ ദുനിയാവിൻ്റെ ചൂടിനേക്കാൾ വലിയ ചൂട്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ചൂട് തട്ടിയാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിൻ്റെ ഇരട്ടി ചൂടുള്ള ആ നരകത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മുടെ സ്വശരീരത്തെ, നമ്മുടെ ദേഹത്തെ സംരക്ഷിക്കുവാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അല്ലാഹു മുത്തക്കികളെ പറ്റിയിട്ടാണ് പിന്നീട് പറയുന്നത് നരകത്തിൽ. അതുപോലെ സ്വർഗത്തിനെ പറ്റിയിട്ടാണ് പിന്നീട് പറയുന്നത്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, ഭയഭക്തന്മാർക്ക്, മുത്തക്കികൾക്ക് റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന തഖ്വ, ആത്മ സംതൃപ്തിദായകമായ ധാർമ്മിക ഊർജം അതുള്ളവർ, അതനുസരിച്ച് ജീവിതത്തെ ചലിപ്പിക്കുന്നവർ, അവരാണ് മുത്തക്കികൾ. ആ മുത്തക്കികൾക്ക് സ്വർഗത്തെ അടുപ്പിച്ചു കൊടുക്കും. സ്വർഗത്തെ ഇങ്ങനെ അകലത്തിലല്ലാത്ത വിധം സമീപത്ത് കൊണ്ടുവരപ്പെടും. അവരുടെ അടുത്ത് ഇങ്ങനെ സ്വർഗം പെടും. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. എന്നിട്ട് അള്ളാഹു പറയാൻ, അള്ളാഹുവിൻ്റെ സംസാരമാണ് പറയുന്നത്, ഹാദാ മാ തുഅദൂൻ, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ കളവാക്കിയിട്ടുണ്ടായിരുന്ന ഈ നരകസ്വർഗങ്ങളുണ്ടല്ലോ, അതാണ് ഇതാ നിങ്ങളോട് പേടിച്ച് മടങ്ങുന്നവരും കാത്തു സൂക്ഷിക്കുന്നവരുമായ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്, അല്ലേ? അവ്വാബ്, തൗബ ചെയ്യുന്നവരാണ് അവ്വാബ്. ഹഫീദ്, എൻ്റെ കർമ്മങ്ങളൊക്കെ സൂക്ഷിച്ച് പരമാവധി സൂക്ഷിച്ച് ജീവിതത്തിൽ തെറ്റുപറ്റാതെ ജീവിക്കുന്നവനാണ് ആര്? ഹഫീദ് എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, അല്ലേ, നരകത്തെ പറ്റി നമ്മളെ പേടിപ്പിച്ചു. വഅദ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ സ്വർഗമായിരുന്നു. ആ സ്വർഗത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞതോ, ആ സ്വർഗത്തിനെ പറ്റി പറഞ്ഞ് ഫബശ്ശിർ, നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് അള്ളാഹു ആ സ്വർഗത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് തുടർന്നു കൊണ്ട് പറയുന്നത്. മൻ ഖശിയർ റഹ്മാൻ, അല്ലേ, ആ മുത്തക്കികളെ പറ്റി വീണ്ടും പറയുകയാണ്, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് എന്ന് പറഞ്ഞുകൊണ്ട്, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്, അവരെ പറ്റി പറഞ്ഞു. ആ മുത്തക്കികളുടെ ക്വാളിറ്റിയെ പറ്റി പറയുന്നത്, അതായത് അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ, പരമകാരുണ്യകന റഹ്മാനായ റബ്ബിനെ പേടിച്ചവർ, വജാഅ ബിഖൽബിൻ മുനീബ്, വിനയം കാണിക്കുന്ന ഹൃദയവുമായിക്കൊണ്ട്, കറകളഞ്ഞ ഹൃദയവുമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നവർ, അല്ലേ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായിട്ടുള്ള പാപമുക്തമായിട്ടുള്ള കൽബുമായിട്ട് വരുന്നവനാണ് സ്വർഗമുള്ളത്. അതുപോലെ വിനയം കാണിക്കുന്ന
മുനീബായിട്ടുള്ള അവ്വാബായിട്ടുള്ള അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിതത്തെ നന്നാക്കി തീർത്തവൻ അവൻക്കാണ് സ്വർഗമുള്ളത് എന്ന് അള്ളാഹു പറയുകയാണ്. ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്. അള്ളാഹു പറയാണ് ഭക്തന്മാരോട്, ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ദാലിക യൗമുൽ ഖുലൂദ്, ഇത് നിങ്ങൾക്ക് ശാശ്വത ജീവിതമാണ്. ഇവിടെ നിങ്ങൾക്ക് മരണമില്ല, ഒന്നുമില്ല. നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളെന്താണോ കാണാനും തിന്നാനും ഭക്ഷിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് അവിടെയുണ്ട്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമ്മുടെ കാഴ്ചയിലുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. ദാലിക യൗമുൽ ഖുലൂദ്, അത് ഈ സ്വർഗം എന്നുള്ളത് നിങ്ങൾക്ക് നിത്യവാസമാണ് അല്ലേ. നമ്മളിവിടുന്ന് എത്ര പ്രയാസങ്ങൾ അനുഭവിച്ച ഈ ചെറിയ ജീവിതം, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, നമ്മൾ ഈ ലോകത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ എല്ലാം അനന്തരഫലം ലഭിക്കുന്ന പരലോകം എന്നുള്ളത്, അവിടെ നമുക്ക് മരണമില്ലാത്ത ജീവിതം. ആ ജീവിതത്തിൽ സ്വർഗത്തിൽ പോകുവാൻ കഴിയും. ഉദ്ഖുലൂഹാ ബിസലാം, ശാന്തിയോടെ സമാധാനത്തോടെ നിങ്ങൾ ഇവിടേക്ക് പ്രവേശിച്ചു കൊള്ളുക. അത് സ്ഥിരവാസത്തിൻ്റെ ഇന്ന് മുതൽ, നിങ്ങൾ ഈ പ്രവേശിക്കുന്നത് മുതൽ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്താക്കൂല കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് നശിച്ചു പോവുകയില്ല, നിങ്ങൾ ഇവിടെ സ്ഥിരമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മാലാകമാരുടെ അഭിവാദ്യങ്ങൾ കേട്ട് സലാമുൻ അലൈക്കും തിബ്തുൻ ഫദ്ഖുലൂഹാ ഖാലിദീൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തു റഅദിൽ അള്ളാഹു പറയുന്നുണ്ട്, സ്വർഗത്തിനെ പറ്റി സവിസ്തരം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, മംഗളമുള്ളത് ക്ഷമിച്ചവർക്കാണ്, ഫനിഅമ ഉഖ്ബദ്ദാർ, അവരെ പറ്റിയിട്ടാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു ആ സ്വർഗത്തിനെ പറ്റി വീണ്ടും വിശേഷിപ്പിക്കുകയാണ്, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അതിൽ അവർ എന്ത് ഉദ്ദേശിക്കുന്നുവോ അതവർക്ക് അവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ അടുക്കൽ കൂടുതലായുള്ളതുമുണ്ട്. അഥവാ നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനപ്പുറത്തുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. മാലാ ഐനുൻ ഇമ്രാത്ത്, ഒരു കണ്ണും കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും ആസ്വദിക്കാത്ത, അനുഭവിക്കാത്ത, വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. നരകത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന കൂടി നമുക്ക് ഈ എപ്പിസോഡിൽ പരിചയപ്പെടാം. അള്ളാഹുവിൻ്റെ റസൂല് നമസ്കാര ശേഷം സുബഹിക്കും മഗ്രിബിനുമൊക്കെ ശേഷമായിക്കൊണ്ട് റസൂൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അള്ളാഹുവെ നരകത്തിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അള്ളാഹുവെ നിന്നോട് ഞാൻ നിൻ്റെ മഹത്തായിട്ടുള്ള ഔദാര്യമായിട്ടുള്ള സ്വർഗത്തിനെ ചോദിക്കുകയാണ്. ഇന്നി അസ്അലുക്കൽ ജന്ന വ അജിർനി മിനന്നാർ, നിന്നോട് നരകത്തിൽ നിന്ന് കാവലിനെ തേടുകയും അതിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ല, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. ആ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ നരകത്തിനെയും സ്വർഗത്തിനെയും കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക കൂടി ചെയ്യുക. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.